പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് കുറഞ്ഞ ആളുകൾ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് പൂർത്തിയാക്കേണ്ട ചർച്ചകൾ ഏറ്റവും സാർത്ഥകമായി നടക്കുന്നു എന്നതാണ് നമ്മുടെ ഇത്തരം ചർച്ചകളുടെ പ്രസക്തി എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും വായിച്ച, നമ്മളെല്ലാവരും കടന്നുപോയ ഒരു 35 കവിതകളിലൂടെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. അത് മറ്റാരുടെയും കവിതയല്ല, പ്രിയ സുഹൃത്ത് തൊട്ടടുത്തിരിപ്പുണ്ട്, നമുക്കൊക്കെ അറിയുന്ന സാബു കോട്ടുക്കലിൻ്റെ ഇരിപ്പിനെ കുറിച്ചൊരു ലഘു ഉപന്യാസം. സാബുവിനെ മലയാള കവിതയ്ക്കോ നമ്മുടെ ഇടയിലോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആത്മകഥകളുടെ കാലം കഴിഞ്ഞു, ഇത് ജീവചരിത്രങ്ങളുടെ കാലമാണ് എന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുള്ളതുകൊണ്ട് വിവർത്തനങ്ങളുടെ, കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൻ്റെ കാര്യം കഴിഞ്ഞു, താരതമ്യ സാഹിത്യത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി വിവർത്തനങ്ങളുടെ കാലമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള കാലത്ത് മികച്ച ജീവചരിത്രങ്ങളിലൂടെ, മികച്ച കഥകളിലൂടെ നമുക്ക് ഏറെ പരിചയമുള്ള അധ്യാപകനും കവിയുമായ, ഞാനത് രണ്ടും ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിനെക്കുറിച്ചൊരു ലഘു ഉപന്യാസമാണിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും മികച്ച ചില ജീവചരിത്രങ്ങൾ, കാമ്പിശ്ശേരി കരുണാകരൻ അടക്കമുള്ള മഹാപ്രതിഭകളായിട്ടുള്ള സമൂഹത്തിൽ ഇടപെടുന്ന മാധ്യമപ്രവർത്തകരെ, പത്രപ്രവർത്തകരെ എന്നതിനപ്പുറത്തേക്ക് തികഞ്ഞ മനുഷ്യസ്നേഹിയായ, ജീവിതത്തിലുടനീളം മനുഷ്യസ്നേഹത്തിൻ്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാമ്പിശ്ശേരി അടക്കമുള്ളവരുടെ ജീവചരിത്രം പരിചയപ്പെടുത്തിയ സാബു കോട്ടുക്കലാണ് ഇരിപ്പിനെക്കുറിച്ചൊരു ലഘു ഉപന്യാസം എന്ന കവിതാ സമാഹാരം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ളത്. ഈ കവിതകളുടെ വലിയ പ്രത്യേകത, ഞാൻ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഈ ചർച്ച നയിക്കുന്നത്, ഏറ്റവും പ്രധാന അതിഥിയായി പങ്കെടുക്കുന്നത് മറ്റാരുമല്ല, ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ല, മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത, മലയാളിയുടെ ഏറ്റവും വലിയ സ്വകാര്യ അഹങ്കാരമല്ല അഭിമാനമായിട്ടുള്ള പ്രഭാവർമ്മ എന്ന ഇന്ത്യൻ കവിയാണ്. മലയാളിയുടെ ഇന്ത്യൻ കവിയായിട്ടുള്ള ശ്രീ പ്രഭാവർമ്മ സാർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ഒപ്പം മലയാളിക്ക് എഴുത്തിലൂടെ നിരന്തര പരിചയമുള്ള ശാന്തൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. കവിതയുടെയും ഏത് സർഗപ്രവൃത്തിയുടെ, സർഗാത്മക രചനയുടെയും ആഴങ്ങളിലേക്ക് രാഷ്ട്രീയ സഞ്ചാരം നിർവഹിക്കുന്ന, ദാർശനികമായി സഞ്ചരിക്കാൻ കഴിയുള്ള, വളരെ ഫിലോസോഫിക്കലായിട്ട് കവിതയടക്കമുള്ള സർഗരചനകളെ വിലയിരുത്തുന്ന സി അശോകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഒത്തുചേരുന്നതാണ്. ഇവർ മൂന്നുപേരുടെയും വർത്തമാനം, വാക്കുകൾ കേൾക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കവിതയ്ക്ക് അനേകം വഴികളുണ്ട്, വാക്കിന് അനേകം വഴികളുള്ളതുപോലെ കവിതയ്ക്കും അനേകം വഴികളുണ്ട്. അസ്യനേകം ഗിരാമാർഗം എന്നാണ്. അങ്ങനെ അനേകം വഴികളിലൂടെ സഞ്ചരിക്കുന്ന കവിത, ലോകകവിത മുതൽ നമ്മുടെ കവിത വരെ, തിരിച്ച്, അല്ലെങ്കിൽ മലയാള കവിത മുതൽ ലോകകവിത വരെ എന്നും പറയാം, അങ്ങനെ പറയാനാണ് ഇഷ്ടം. അങ്ങനെ കവിതയുടെ അനേകം വഴികൾ പരിചയമുള്ള നമുക്ക് കവിതയുടെ വേറൊരു വഴി ഇപ്പോൾ ഈ പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ സംഭരിച്ച് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ എത്ര ചവർപ്പ് കുടിച്ച് വറ്റിച്ചാലാണ്, എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ച് വറ്റിച്ചാലാണ് ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയാൻ കഴിയുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള കക്കാടിനെ ഓർത്തുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഓർക്കാൻ ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ഏകജീവിതാനശ്വര ഗാനത്തെ ഉറുക്കി പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ചില മുന്തിയ മാത്രകൾ, ഒറ്റയായ ചില മുന്തിയ മാത്രകൾ നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും, അങ്ങനെ ജീവിതത്തെ ജീവിതവ്യമാക്കുന്ന ഏത് കെട്ടകാലത്തും, ഏത് വറുതിയിലും, ഏത് നിരാസങ്ങളിലും, ഏത് നിരാശകളിലും നമുക്ക് ജീവിക്കാൻ ചില വല്ലരികൾ, ചില തുറുപ്പ് ചീട്ടുകൾ, ചില പൊടിമരുന്നുകൾ ജീവിതം കരുതി വച്ചിട്ടുണ്ട് എന്ന്, വീഴ്ചയ്ക്കെല്ലാം അപ്പുറത്തേക്ക്, എല്ലാ നിരാശതയ്ക്കും അപ്പുറത്തേക്ക്, എല്ലാ വിവാദങ്ങൾക്കും അപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെയും സംവാദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ചെറുകണികൾ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ രസമുകുളങ്ങൾ വച്ചിരിക്കുന്നത് പോലെ. അപ്പോഴൊക്കെ തിരിഞ്ഞു നിന്ന് ജീവിതത്തെ ഏറ്റവും സർക്കാസ്റ്റിക്കായി നോക്കിക്കാണാൻ കഴിയുന്നത് കവിതയെ ഫിലോസഫിയായിട്ട് കാണുമ്പോഴാണ്. എന്നാൽ കവിതയിൽ ഫിലോസഫി നേരിട്ട് പറ്റില്ല എന്ന് കവികളായിട്ടുള്ള ഇവർ നമ്മളോട് പറയും. നേരിട്ടല്ല, കവിത വേറൊരു വഴിക്കാണത് പറയുക. അതുകൊണ്ട് സാബു തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും സാന്ദ്രമായ മനുഷ്യാനുഭവങ്ങളുടെയും പ്രാപഞ്ചിക അനുഭവങ്ങളുടെയും സത്തയിൽ നിന്നുകൊണ്ട്, ആ അനുഭൂതി വിശേഷങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാറ്റിനെയും, നേരത്തെ പരിഭാഷയുടെ ഒരു കാലം വേണ്ട നമ്മൾ കാണുമ്പോഴും പരിഭാഷയ്ക്ക് കവിത വേറൊരു തരം പരിഭാഷയായി മാറുന്നത് ഈ കവിത നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പഴയ ശരീര ദൂരങ്ങളിൽ നിന്ന് പുതിയ കാലത്തെ ശരിദൂരങ്ങളിലേക്ക് നടക്കുന്ന
ഒരു സാമൂഹ്യ പ്രതിഭാസത്തെ, അത്തരം സാമൂഹ്യ പ്രതിഭാസത്തെ ഒക്കെ തന്നെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന കവിതകളുടെ ഈ ലോകമാണ് നമുക്ക് സമ്മാനിച്ചത് സാബു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഈ പരിപാടിയുടെ, നമ്മുടെ ഈ ചർച്ചയുടെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന, കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുഖ്യാതിഥിയായി സംസാരിക്കാൻ ആദരണീയനായ ശ്രീ പ്രഭാവർമ്മയെ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ എ ജി ഒലീന, ശ്രീ സാബു കോട്ടുകൽ, ശ്രീ ശാന്തൻ, ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹൃദയരെ, വളരെയേറെ സന്തോഷകരമായ, ഹൃദ്യമായ, അഭിമാനകരമായ ഒരു നിമിഷമാണിത്. സാബു കോട്ടുകളിൻ്റെ ഒരു കാവ്യ സമാഹാരം പുറത്തിറങ്ങുമ്പോൾ സഹൃദയരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിനെ ഏറ്റുവാങ്ങാൻ കഴിയുക, അതിനെ വായനാ സമൂഹത്തിൻ്റെ ശ്രദ്ധയുടെ വെളിച്ചത്തിലേക്ക് നീക്കിവെക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കൂടി വളരെ ധന്യമായ ഒരു അനുഭവം ആയിത്തീരുന്നു എന്ന് ആരംഭത്തിൽ തന്നെ പറയട്ടെ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ സാബു കോട്ടുകളിൻ്റെ കവിതയെക്കുറിച്ചും നമ്മുടെ കവിതയുടെ ഒരു പൊതുസ്ഥിതിയെക്കുറിച്ചും ഒക്കെ ഏറെ പറയാൻ തോന്നും. എന്നാൽ അങ്ങനെ പറയുന്ന മനസ്സിനെ ഒരു കടിഞ്ഞാണുകൊണ്ട് തിരികെ പിടിക്കുന്ന ഒരു ക്ലോക്ക് ഇവിടെ മിടിക്കുന്നുണ്ട്. ഘടികാരസൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന് അയ്യപ്പണിക്കർ സാറാണ് എഴുതിയത്. ഈ ഘടികാരസൂചിയുടെ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ തുടർച്ചയായി സംസാരിച്ച് പോകാൻ നിവൃത്തിയില്ല. ഏതായാലും നമ്മളുടേത് ഒരു ബഹുവർണ്ണ സബള കാവ്യകാലമാണ് എന്ന് പറയാം. അതായത് ഏകവർണ്ണ വിരസ കാവ്യകാലമല്ല. അങ്ങനെ ഏകവർണ്ണ വിരസ കാവ്യകാലമായിരുന്ന ഒന്നിനെ ബഹുവർണ്ണ സബളിമയാർന്ന ഒരു കാവ്യകാലമാക്കി മാറ്റുന്നതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഒരുപക്ഷെ വിരുദ്ധങ്ങൾ തന്നെയായിട്ടുള്ള കാവ്യധാരകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ ഒരു സവിശേഷമായ കാവ്യധാരയുടെ പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട് സാബു കോട്ടുകൽ, അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കവിത വൃത്തമാണോ എന്ന് ചോദിച്ചാൽ വൃത്തമല്ല, ഛന്ദസ്സാണോ എന്ന് ചോദിച്ചാൽ ഛന്ദസ്സല്ല. വൃത്തവും ഛന്ദസ്സും ഒക്കെ സത്യത്തിൽ ഒരു അധിക യോഗ്യതയാകാം എന്നേ ഉള്ളൂ. പക്ഷെ കവിത എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പോയറ്റിക് എസൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ സബ്റ്റിൽ ന്യൂവാൻസസ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ഒന്നാണ്. ആസ്വദിക്കാനുമല്ല, അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെ അനുഭവിപ്പിക്കുന്ന കവിത, അനുഭവാവസാനത്വ എന്ന് പറയുന്നു ശങ്കരാചാര്യർ. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ആ കവിതയുടെ വെണ്ണപ്പാളി കടവോട് കടവ് അങ്ങനെ തെളിഞ്ഞ് കിടക്കുന്ന ഒരു ജലാശയമാണ്, ഒരു നദി പോലെ എന്തോ ഒന്നാണ് സാബുവിൻ്റെ കവിതകൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കവിതയുടെ ഈ വെണ്ണപ്പാളി എന്ന് പറയുമ്പോൾ കവിതയെക്കുറിച്ച് അടിസ്ഥാനപരമായി എനിക്കൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, കേവല വ്യവഹാര ഭാഷ ഉപയോഗിക്കുമ്പോഴും കവിത ആ ഭാഷയിൽ നിന്ന് ഉയർന്ന് ഒന്ന് ഹൈറ്റൻഡായിട്ട് ഒരു സബ്ലിമിറ്റിയിലേക്ക് തെളിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ സബ്ലിമിറ്റിയിലേക്ക് തെളിഞ്ഞു നിൽക്കുന്നത് എവിടെയാണോ അവിടെയാണ് പ്രതിഭയുടെ ഒരു സ്പർശമുള്ളത് എന്ന് പറയാം. ആ വിധത്തിലുള്ള കാവ്യപ്രതിഭയുടേതായ വളരെ കൃത്യമായ ഒരു സ്പർശം ഈ കവിതകളിലാകെ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കവിതകളിൽ ബഹുഭൂരിപക്ഷവും വൃത്തനിബദ്ധമല്ല. എന്നാൽ സാബു കോട്ടുകളിന് വൃത്തനിബദ്ധമായ കാവ്യരചനാ രീതി അന്യവുമല്ല. അത് തെളിയിക്കുന്ന ഒന്ന് രണ്ട് കവിതകളെങ്കിലും ഇതിലുണ്ട്. വളരെ ഛന്ദോബദ്ധമായിട്ട് ചൊൽവഴക്കത്തിന് നിരക്കുന്ന രീതിയിൽ, നമ്മുടെ മലയാള ഈണക്രമത്തെ പൊലിപ്പിച്ചെടുക്കുന്ന രീതിയിൽ, താളക്രമങ്ങൾ ദീക്ഷിക്കുന്ന രീതിയിൽ, അങ്ങനെ ഏതാണ്ട് നമ്മുടെ ഹൃദയസ്പന്ദത്തോട് താളാത്മകമായി യോജിച്ചു പോരുന്ന വിധത്തിലുള്ള കവിതകൾ ഇതിനകത്ത് ധാരാളമുണ്ട്. അത് ഒരു പൊതുവായ ഒരു കാവ്യാന്തരീക്ഷം, ഭാവാത്മകമായൊരു അന്തരീക്ഷം നമ്മളുടെ മനസ്സിൽ സൃഷ്ടിക്കുകയും ചെയ്യും. അത് ഉണ്ടാക്കുന്ന അനുഭൂതികൾ ഒന്ന് വേറെയാണ്. ആ അനുഭൂതികൾ മാത്രമല്ല കവിത ജനിപ്പിക്കേണ്ടത്. ആ അനുഭൂതികൾ ജനിപ്പിക്കുന്ന കവിതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മെ ഒന്ന് പൊള്ളിച്ച് നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉണർത്തുന്ന തരത്തിലുള്ള കവിതകളും സാബുവിൻ്റേതായിട്ടുണ്ട്. അങ്ങനെ
പൊള്ളിച്ചുണർത്തുന്ന കവിതകൾ എന്നത് മിക്കവാറുമൊക്കെ ഗദ്യ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ കവിതകൾക്ക് പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകൾ, ഏറ്റവും ആധുനികമായ കാവ്യമീമാംസയുടെ ചരിത്രത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ, ചില സങ്കല്പനങ്ങൾ ഒക്കെ സമർത്ഥമായ രീതിയിൽ ഇതിനകത്ത് ഉപയോഗിക്കപ്പെട്ട് കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് സത്യത്തിൽ കവിതയുടെ ഭാഷയെ നവീകരിക്കുന്നത്. കവിതയുടെ ഭാഷയെ നവീകരിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ക്ലീഷേ എന്ന് പറയുന്ന ഏതാണ്ട് ഒരുതരം അരോചകതയിൽ നമ്മൾ അങ്ങ് തളഞ്ഞു കിടന്നു പോകും. ഒരേ ഭാഷയിൽ തന്നെ മാറി മാറി വരുന്ന തലമുറകൾ എഴുതിക്കൊണ്ടിരുന്നാൽ ആ കവിതയ്ക്ക് ഒരു ആർജവമുണ്ടാവില്ല, ഒരു ചൈതന്യമുണ്ടാവില്ല. ഈ ആർജവവും ചൈതന്യവും ഒക്കെ നമ്മളെങ്ങനെയാണ് ആർജിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഈ കാവ്യഭാഷയെ നവീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയുമില്ല. നമുക്ക് മുമ്പ് എഴുതിയ കവികൾ എത്രയോ കാലങ്ങളായിട്ട്, ആയിരത്താണ്ടുകളായിട്ട് എഴുതിയിട്ടുള്ള കവികളുണ്ട്. അവരൊക്കെ ഉപയോഗിച്ച വാക്കുകളുണ്ട്, അവരൊക്കെ ഉപയോഗിച്ച ഭാഷയുണ്ട്. ആ ഭാഷയിലും വാക്കിലും തന്നെ നമുക്കും കവിത എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. പക്ഷേ അത് വളരെ കാര്യമായി ഏതെങ്കിലും മനസ്സിനെ പോയി സ്പർശിക്കും എന്ന് പറഞ്ഞുകൂടാ. അപ്പോഴാണ് നമുക്ക് ഭാഷയിൽ പുതിയ സങ്കേതങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നുന്നത്. പ്രണയത്തെ സൂചിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ ഒരു പൂവ് വരച്ച് കാട്ടിയാൽ മതിയായിരുന്നു എന്ന് നമുക്കറിയാം. പൂവ് പല കവിതകളിലും പ്രണയത്തിൻ്റെ പ്രതീകമായിരുന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രണയം ഒരു കാപട്യമായി തീരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ കാപട്യം പ്രണയമായി മാറുന്ന ഘട്ടത്തിൽ ആ പ്രണയത്തിൻ്റെ പ്രതീകമായി ഒരു പൂ വരച്ചാൽ മതിയാവില്ല എന്ന് വരുന്നു. അപ്പോൾ മുള്ളുകൊണ്ടുള്ള ഒരു പൂവ് വരയ്ക്കണമെന്ന് വരുന്നു. അങ്ങനെ മുള്ളുകൊണ്ടുള്ള പൂവോ എന്ന ഒരു ചോദ്യം കൊണ്ട് അതിനെ നേരിട്ടാൽ പോരാ. അത് ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ കാവ്യാസ്വാദകർ അവരുടെ മനസ്സിനെ സജ്ജമാക്കേണ്ടതുണ്ട്. അങ്ങനെ കാവ്യാസ്വാദകരുടെ മനസ്സിനെ സജ്ജമാക്കിയെടുക്കുന്നതിന് ഈ ഭാഷയെ നവീകരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടുകൂടി കാവ്യരചനയിൽ അർത്ഥപൂർണമായ രീതിയിൽ വ്യാപരിക്കുന്ന കാവ്യവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സാബു കോട്ടുകൽ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. പുതിയ വെല്ലുവിളിയാണ് സത്യത്തിൽ എഴുത്തുകാരൻ്റെ. ഇപ്പോൾ ദാന്തെ അനുസ്മരണ പ്രഭാഷണത്തിൽ T.S. എലിയട്ടാണ് ഒരിക്കൽ പറഞ്ഞത്, ഷേക്സ്പിയറെ മുൻനിർത്തി പറഞ്ഞത്, ഈ മുമ്പേ കടന്നുപോയ കവികൾ അവർ പിൻപേ വരുന്ന കവികളെ സംബന്ധിച്ചിടത്തോളം രചന വളരെ ദുഷ്കരമാക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ രചന ദുഷ്കരമാക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാ വാക്കും ഉപയോഗിച്ചിരിക്കുന്നു, അവരെല്ലാ ജീവിത സന്ദർഭങ്ങളും പകർത്തി വച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ കാലത്തെ കവിക്ക് എഴുതാൻ പുതിയ വാക്കില്ല, പുതിയ കാലത്തെ കവിക്ക് എഴുതാൻ പുതിയ അനുഭവവുമില്ല. അപ്പോൾ എങ്ങനെ എഴുതും? ഇതാണ് T.S. എലിയട്ട് ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തെ മറികടക്കണമെങ്കിൽ എന്തു വേണം എന്ന് ഗൗരവപൂർണമായി ആലോചിക്കുന്ന കവികൾ നമ്മുടെ ഈ കാലത്തുണ്ട്, ഈ കേരളത്തിലുമുണ്ട്. ആ കവികൾക്കിടയിലാണ് സാബു കോട്ടുകലിൻ്റെ സ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. വളരെ കൃത്യമായിട്ടുള്ള സ്റ്റൈലിൻ്റെ ഉപയോഗം ഈ കവിതയിൽ കാണാം. ശൈലീവൽകൃതമായ ഭാഷ, കാവ്യഭാഷ കാണാം. സ്റ്റൈലോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും പുതിയ കാവ്യ സിദ്ധാന്തത്തിൽ. അതായത് വളരെ ഏതാണ്ടൊരു ഓസ്റ്റെരിറ്റി മെഷറോടുകൂടി, അതായത് ഏതാണ്ടൊരു ചെലവ് ചുരുക്കൽ പദ്ധതിയോടുകൂടി സ്റ്റൈൽസിനെ ഉപയോഗിക്കുക, ശൈലിയെ ഉപയോഗിക്കുക എന്നതാണത്. ആ വിധത്തിലുള്ള ശൈലിയുടെ ഉപയോഗം അത് ഈ കവിതയെ പലയിടത്തും കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റുന്നു എന്നെനിക്ക് തോന്നുന്നു. അതേപോലെ നിരവധി ഇമേജുകൾ നമ്മുടെ കവിയുടെ മനസ്സിൽ വന്ന് നിൽക്കുമ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഇമേജുകളെയല്ല, ഒരു പ്രത്യേക ഇമേജിനെ മുമ്പോട്ട് വെക്കണമെങ്കിലോ അതിനെ മനസ്സിൽ പതിപ്പിക്കണമെങ്കിലോ അതിന് തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞ് ഒന്നുണ്ട്. ആ തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ്ങിനെ കുറിച്ച് സാബു കോട്ടുകൽ അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും ആ സിദ്ധാന്തത്തിൻ്റെ കാവ്യ വിനിയോഗവും ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഈ തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് സൈനിക ശാസ്ത്രത്തിൽ നിന്ന് വന്നതാണ്. 1000 സോൾജിയേഴ്സ്, പട്ടാളക്കാരിങ്ങനെ ഒരേ നിരയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ 1000 പേർക്കും മുഖമില്ല, അതല്ലെങ്കിൽ അതിൽ ഒരാൾക്ക് പോലും മുഖമില്ല. എന്നാൽ ഒരേ നിരയിൽ നിൽക്കുന്ന 1000 പേരിൽ നിന്ന് ഒരാളെ ഒരടി മുമ്പോട്ട് നീക്കി നിർത്തിയാലോ
അപ്പോൾ അയാൾക്ക് പ്രത്യേകമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നു, പ്രത്യേകമായ സ്വത്വം ഉണ്ടാകുന്നു, പ്രത്യേകമായ ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നു. ഇതാണ് തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ കവിതയിൽ കാണാനില്ലാത്ത ഒന്നാണ് ഇപ്പോൾ ഈ ബൈനറി ഓപ്പോസിറ്റ്സിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ സാന്നിധ്യം എന്ന് പറയാം. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നല്ലൊരു യന്ത്രമായാൽ അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയായ ഒരു അഴുക്ക് ചാലായി എന്ന് ഇടശ്ശേരി ചോദിച്ചപ്പോൾ പരിസ്ഥിതി വികസനം ഈ വിധത്തിലുള്ള രണ്ട് വൈരുദ്ധ്യങ്ങളുടെ സംഘർഷവും സമന്വയവും നമുക്കതിൽ കാണാമായിരുന്നു. അതേപോലെയാണ് ഈ വളരെ സാത്വികനായിട്ടുള്ള ഇടശ്ശേരിയാണ് എഴുതിയിട്ടുള്ളത്. ഈ നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അരി വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആൾ ബുദ്ധൻ്റെ പ്രതിമയെടുത്ത് നരിയുടെ തലയിൽ തല്ലുന്ന ഒരു ചിത്രം അവതരിപ്പിച്ചത്. അവിടെയും ഇതാണ് ഹിംസയും അഹിംസയും. ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ ഇടശ്ശേരിയുടെ കാലത്ത് എത്ര ഉണ്ടായിരുന്നോ അതിനേക്കാൾ എത്രയോ 1000 മടങ്ങ് ഇന്നത്തെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ വൈരുദ്ധ്യങ്ങളെ പൊതുവെ കവികൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ വിമുഖരായിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരം പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ കവിതയുടേതായ ഭാഷയിൽ എങ്ങനെ ഏറ്റെടുക്കാം, എങ്ങനെ നേരിടാം, അങ്ങനെ നമ്മുടെ കവിതയുടെ ഭാഷയെ എങ്ങനെ പുതുക്കാം, കവിതയുടെ ഭാഷയെ പുതുക്കി എങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നെത്താം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിയിട്ടുണ്ടാവില്ല സാബു കോട്ടുകലെങ്കിലും അതൊക്കെ എങ്ങനെയൊക്കെയോ വശകമായിരിക്കുന്നു അദ്ദേഹത്തിന്. ഏതാണ്ടൊരു മാജിക്കൽ കൈയടക്കം ഇക്കാര്യത്തിൽ അദ്ദേഹം ദീക്ഷിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്കുള്ള സന്തോഷവും ചെറുതല്ല. ഇരിപ്പിനെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം എന്ന ആ ശീർഷകത്തിൽ തന്നെ ഒരു പുതുമയുടെ ഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. സാധാരണ കാവ്യ കൃതികളുടെ ശീർഷകങ്ങൾക്ക് വരാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു കവിത എഴുതുമ്പോൾ ആ കവിയുടെ മനസ്സിൽ വരാത്ത വിധത്തിലുള്ള ഒരു ശീർഷകമാണത്. കവിത ഇന്ന വിധത്തിലേ ആകാവൂ എന്നോ കവിതയുടെ ശീർഷകം ഇന്ന രൂപത്തിലേ ആകാവൂ എന്നോ ഒന്നും എവിടെയും ഒരു വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് തന്നെ ഇരിപ്പിനെക്കുറിച്ചുള്ളൊരു ലഘു ഉപന്യാസം എന്ന് ഒരു കവിതാഗ്രന്ഥത്തിന് പേര് കൊടുക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിൽ ഉള്ള അപാകവുമില്ല. ആ ഇരിപ്പിനെക്കുറിച്ച്, ആ ഇരിപ്പ് ഉണ്ടാക്കുന്ന ഒരു ലതാർജിയെക്കുറിച്ച്, ഒരു അശാന്തിയെക്കുറിച്ച്, ആ ഇരിപ്പ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുന്നതിനുള്ള പഴുതുകൾ നമുക്ക് തരുന്ന വിധത്തിലുള്ള ഒരു തലക്കെട്ടാണത്. അതായത് ഒരു ഉപന്യാസം എന്ന് കേട്ടാൽ നമ്മളുടെ മനസ്സിൽ എന്തർത്ഥമാണോ ധ്വനിക്കുക, അതിൽ നിന്ന് വ്യത്യസ്തമായ പല അർത്ഥങ്ങളെ നമ്മുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് സമർത്ഥമായ വിധത്തിലുള്ള ഒരു പദവിനിയോഗമാണ് സാബു കോട്ടുകൽ നടത്തുന്നത് ആ പദത്തിൻ്റെ തിരഞ്ഞെടുത്ത പ്രയോഗത്തിലൂടെ എന്നെനിക്ക് തോന്നുന്നു. സാധാരണ കവികൾ എഴുതുക കടലിലെ തിരകൾ കരയിലേക്ക് വന്നു എന്നാണ്. അങ്ങനെ എഴുതുന്നതിനൊരു കവിയുടെ ആവശ്യമില്ല. എല്ലാവരും കാണുന്നതാണ്. കുട്ടികൾ തന്നെ കണ്ടാൽ പറയും, ഇതാ കടൽ തിര ഇതാ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, നമ്മുടെ കാലിൽ വന്നു തൊടുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു എന്ന് പറയും. അതാണ് ഏതാണ്ട് കേവല വ്യവഹാര ഭാഷ, ഒരു കോമൺ പാർലൻസ് എന്ന് പറയാം. ആർക്കും അങ്ങനെ പറയാൻ പറ്റും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് കവി നേരിടുന്ന ചലഞ്ച്. എല്ലാവരും കടൽ തിര ഇതാ വന്ന് എന്നെ തൊട്ട് പിൻവാങ്ങുന്നു എന്ന് പറയുന്ന കാലത്താണ് കടൽ കരയിലേക്ക് വീശി എറിഞ്ഞ് പിൻവലിക്കുന്ന വലയുടെ തുമ്പത്ത് എന്ന് സാബു കോട്ടുകൽ എഴുതുന്നത്. കടലൊരു വല വീശി എറിയുകയാണ് കരയിലേക്ക്, അല്ലെങ്കിൽ എല്ലാത്തിനെയും കീഴടക്കാനുള്ള ഒരു അത്യാഗ്രഹത്തോടെ വ്യഗ്രത പൂണ്ട് തുടല് പറിച്ചെറിഞ്ഞുകൊണ്ട് അലറിത്തുള്ളുന്നൊരു കടലിനെ നമുക്ക് സങ്കല്പിക്കാം. ആ കടലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ ഈ കരയാകെയാണ്. അങ്ങനെ ആ കരയെ ആകെ വിഴുങ്ങാൻ അല്ലെങ്കിൽ കരയെ ആകെ കൈയടക്കാൻ വേണ്ടി തിരയുടേതായ ഒരു വല വലിച്ച് കടൽ ഇങ്ങോട്ടെറിയുകയാണ് എന്ന് പറയുമ്പോൾ സാധാരണ ഭാഷ ഇവിടെ വ്യത്യസ്തമായി വരുന്നു. അങ്ങനെ വ്യത്യസ്തപ്പെടുന്നിടത്താണ് കവിതയുള്ളത് എന്ന കവിതയുടെ ശ്വാസത്തിൻ്റെ മർമ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് കവിത എഴുതാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം.
അതേപോലെ എൻ്റെ മനസ്സിൽ തങ്ങുന്ന മറ്റൊന്ന്, പഴുതിൽ താക്കോലിടുമ്പോൾ എപ്പോഴും സംശയം, ഇടതോ വലതോ. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട്, ഒരു ആശയക്കുഴപ്പമുണ്ട്. ഈ താക്കോല് തഴുതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിക്കണോ വലത്തോട്ട് തിരിക്കണോ, ഇടത്തോട്ട് തിരിച്ചാലാണോ ശരി വലത്തോട്ട് തിരിച്ചാലാണോ ശരി? ഇത് ഒരു പ്രതീകമാക്കിക്കൊണ്ട് ജീവിതത്തെ എങ്ങനെ സമീപിക്കണം എന്ന കാര്യത്തിലെ സന്നിഗ്ധത, ആ സന്നിഗ്ധതയിലേക്ക് നമ്മളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു മറ്റൊരു കവിതയിൽ സാബു കോട്ടുകൾ. പുലിഭയം എന്നൊരു കവിതയിൽ കുട്ടികൾ മാത്രമെല്ലാം അറിയുന്നുണ്ട്, പുലി വരുന്നേ എന്നവർ വിളിച്ചു പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സമകാലിക സാഹചര്യം നേരിടുന്ന, നമ്മുടെ ജീവിതാവസ്ഥ നേരിടുന്ന, നമ്മുടെ കാലത്തിൻ്റെ പരിതോവസ്ഥ നേരിടുന്ന ഏതൊക്കെയോ വലിയ ഭീഷണികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾ മാത്രമേ സത്യം പറയാനുണ്ടാവൂ എന്ന് നമുക്കറിയാം. രാജാവ് നിർവസ്വനാണെന്ന സത്യത്തെ രാജഭക്തന്മാർ നടുങ്ങുമാർ ഉച്ചത്തിൽ നീള വിളിച്ചു പറയുവാനുണ്ണി നിൻ നാവിനുണ്ടാകട്ടെ ശക്തിയും ധൈര്യവും എന്ന് നമുക്ക് മുമ്പേ പോയ ഒരു കവി പാടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ പലതും മുൻകൂട്ടി കാണിക്കും. ആ ഭീഷണികളെക്കുറിച്ച് മുൻകൂട്ടി പറയുക, പ്രൊഫറ്റിക് ആവുക എന്ന് പറയുന്നത് കവിതയുടെ വലിയൊരു ധർമ്മമാണ്. ആ കവിതയുടെ ധർമ്മം ഏറ്റെടുക്കുന്നതിലും സാബു കോട്ടുകളുടെ കവിത വളരെ കാര്യമായ നിലയിൽ വിജയിച്ചു കാണുന്നു എന്നുള്ളതിൽ എനിക്കുള്ള സന്തോഷവും ചെറുതല്ല. ഈ കവിതയെക്കുറിച്ച് ഇങ്ങനെ ഓരോരോ കവിതയെയും തൊട്ട് പറഞ്ഞു പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാൽ എന്ന കവിത ഇവിടെ ഒരു പ്രതീകമാവുകയും വാൽ എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളുടെ മാനസികാവസ്ഥയും ജീവിതാവസ്ഥയും ഒക്കെ സർഗാത്മകമായി, ഭാവനാത്മകമായി, ലയാത്മകമായി അപഗ്രഥിക്കുകയും ചെയ്യുന്ന മറ്റൊരു കവിതയുണ്ട്. ഇങ്ങനെ നിരവധി കവിതകളെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും അതിലേക്ക് എല്ലാം സൂക്ഷ്മമായി ആഴ്ന്നിറങ്ങുന്ന സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് ഉള്ള സാവകാശം ഇവിടെ ഇല്ല. ഞാൻ വീണ്ടും അയ്യപ്പ പണിക്കർ സാറിനെ ഓർക്കുകയാണ്. ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം, 6 മിനിറ്റും 14 സെക്കൻഡും കൂടെ ഉള്ളൂ. ശാന്തന് ഒക്കെ ഇനി സംസാരിക്കാനുണ്ട്, സാബു കോട്ടുകൾ നന്ദി പറയാനുണ്ട്. ഇതിൽ കൂടുതൽ സമയമെടുക്കുന്നതിൽ വലിയ അനൗചിത്യമുണ്ട് എന്ന ഔചിത്യബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഈ കൃതിക്ക് നമ്മുടെ വായനാ സമൂഹത്തിൻ്റെ വിപുലമായ ഒരു സ്വീകാര്യത ഉണ്ടാകട്ടെ, കാലത്തെ കടന്നു പോകുന്ന കവിത ആവട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയവും ഇതിന് നേരുന്നു. നന്ദി. നന്ദി സർ. ശാന്തൻ സംസാരിക്കും. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കവി പ്രഭാവർമ്മ സാർ, പ്രിയ സുഹൃത്ത് എഴുത്തുകാരിയും ഒലീന, സാബു കോട്ടുക്കൽ, അതിനേക്കാൾ കൂടുതൽ എഴുത്തുകാർ ഈ സദസ്സിലിരിപ്പുണ്ട്. സുഹൃത്തുക്കളെ, സാബുവിൻ്റെ പ്രിയ സുഹൃത്താണ്. സാബുവിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ്. ഏകദേശം ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് തന്നെ, ഏകദേശം 35 വർഷം മുമ്പ് തന്നെ സാബുവും എഴുതി തുടങ്ങി. പക്ഷേ സാബുവിൻ്റെ ആദ്യത്തെ കാവ്യസമാഹാരമാണ് ഇത്. വളരെ നേരത്തെ ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഞാൻ പലപ്പോഴും കാണുമ്പോൾ സൂചിപ്പിക്കാറുണ്ടായിരുന്നു സാബു പുസ്തകം ഇറക്കണം എന്നൊക്കെ. പക്ഷേ ഇപ്പോഴാണത് സംഭവിച്ചത്. എനിക്കന്നേ സാബുവിൻ്റെ കവിതകൾ വളരെ ഇഷ്ടമായിരുന്നു. സാബു ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ലൈക്കും പൂവും ചുംബനവും കിട്ടി സംതൃപ്തി അടഞ്ഞ് ഫേസ്ബുക്കിലൂടെ അടി കഴിയുമ്പോൾ കവിതയുടെ ആയുസ് തീരുന്ന കാലമാണ്. വരി മുറിച്ച് വെച്ച് നീട്ടി എഴുതിയാൽ ഗദ്യവും മുറിച്ച് എഴുതിയാൽ കവിതയും ആണെന്ന് പറയുന്ന ഒരു കാലം. ഇത്രയേ ഉള്ളൂ. ഒരു ലൈക്കും ചുംബനവും പൂവും ഫേസ്ബുക്കിലൂടെ ഒരു അടിയും, പിന്നെ ആ കവിതയ്ക്ക് ആയുസില്ല. വളരെ സറ്റീറിക്കലായിട്ട് സാബു ഒരു കവിതയിൽ പറയുന്നുണ്ട്. ഈ സമാഹാരം ഇറങ്ങുന്ന സമയത്ത് സാബു ഈ മിക്കവാറും എല്ലാ കവിതകൾക്കും ഓരോ കുറിപ്പുകൾ ചേർത്തിട്ടുണ്ട്. കവികളും എഴുത്തുകാരും ഒക്കെ ചേർത്തിട്ടുള്ള, എനിക്ക് അന്ന് എഴുതാൻ തോന്നിയ ഒരു കവിത അടുക്കള തിരിക്കു പിടിക്കുക. വളരെ നല്ലൊരു കവിത എന്നെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. കാരണം നമ്മുടെ ഈ അണുകുടുംബ കാലത്ത്
നിശബ്ദമായി പോയ അടുക്കള ആവിയും മുട്ടലും പാത്രങ്ങളുടെ തട്ടലും മണവും അമ്മയുടെ വിളിയുമൊക്കെ ഉണ്ടായിരുന്ന അടുക്കള ഇല്ലാതായി പോയ കാലത്ത് അടുക്കളയെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന മനോഹരമായൊരു കവിതയുണ്ട്. നളപാചകം ഉണ്ടായിരുന്ന കാലവും സ്ത്രീകൾ അത് അധിനിവേശപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് കവി ഗംഭീരമായി പറയുന്നുണ്ട്. സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ഒരേകകമായി ഈ കവിത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം അടുക്കള സജീവമാണെങ്കിൽ ഹൃദയവും സജീവമായിരിക്കും. ഒരു വീടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അടുക്കളയാണ്. ഈ അടുക്കളയിലൂടെ നിങ്ങൾക്കൊരാളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയും. അത് ആമാശയം വഴിയാണ്. നല്ല ഭക്ഷണം കൊടുത്താൽ ഏത് രൗദ്രഭാവിയെയും നമ്മുടെ സ്വന്തമാക്കി മാറ്റാം. ആ ഒരു ഒത്തൊരുമ ഇന്നത്തെ ജീവിതത്തിൽ ഇല്ല. സ്വിഗ്ഗിയും മറ്റുമൊക്കെ അത് ചേക്കേറി കഴിഞ്ഞു. സ്നേഹമില്ല. 1-2 മാസം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് ചെയ്തു പോകുന്ന ഒരു കാലത്ത് ആണ് നമ്മൾ ഈ പറയുന്ന അടുക്കളയുടെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. പറയുന്നുണ്ട്, കവിതയേക്കാൾ അല്ലെങ്കിൽ എഴുത്തുമേശയേക്കാൾ സർഗാത്മകമായ ഒരിടമാണ് അടുക്കളയെന്ന് സാബു പറയുന്നു. കാരണം അത് നഷ്ടമായി പോയവർക്കൊക്കെ നഷ്ടമാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും അത് തിരികെ പിടിക്കുക. സാബു പറയുന്നത് സ്ത്രീ മാത്രം തിരികെ പിടിക്കുക എന്നല്ല, പുരുഷനും അത് തിരികെ പിടിക്കേണ്ടതുണ്ട് എന്നാണ്. ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ സശോകം വന്നു. വളരെ ഗംഭീരമായ കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒത്തിരി പറയാനുണ്ട്. ആ പുസ്തകം ഒരുപക്ഷെ ഞാനാണ് ഈ കവിതകൾ ഏറ്റവും കൂടുതൽ വായിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അടുക്കള തിരിച്ചു പിടിക്കുക എന്നുള്ള ഒറ്റ കവിത കൊണ്ട് തന്നെ നമുക്ക് ഈ പുസ്തകം മുതലാകുമെന്ന് വായനയിൽ നമുക്ക് മുതലാകും. അതുകൊണ്ട് എല്ലാവരും ആ പുസ്തകം വായിക്കണം. ഞാൻ അശോകനെ ഏൽപ്പിക്കുന്നു. ഒരു മിനിറ്റ് മതിയല്ലേ അല്ലേ? സാബുവിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അത് അടുക്കള തിരിച്ചു പിടിക്കണം എന്ന ആഹ്വാനം നൽകുന്നു എന്നതാണ് ശാന്തൻ്റെ അഭിപ്രായത്തിൽ. ഇയാൾ ഭയങ്കര കള്ളത്തരമാണെന്ന് ഇത്. ഇയാൾ അടുക്കളയിലൊന്നും കയറാത്തൊരു മനുഷ്യൻ. ആ മോളോട് ചോദിച്ചാൽ പറയും, ഭാര്യയോട് ചോദിച്ചാൽ പറയും. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ആ അടുക്കളയെ തിരിച്ചു പിടിക്കണമെന്നൊക്കെ ആഹ്വാനം നടത്തിയിരിക്കുക. എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഞാൻ അടുക്കളയിൽ അല്പം അത്യാവശ്യം ജോലി ചെയ്യുന്ന ഒരാളാണ്. വളരെ ബുദ്ധിമുട്ടും ബോറുമാണത്. പക്ഷേ ഇയാളുടെ കവിതയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ചുറ്റുപാടും നോക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഇരുത്തുകയാണ്. ആശയങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ, വിപ്ലവാചാര്യന്മാരെയൊക്കെ ഇരുത്തി ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇരിപ്പിനെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം എന്ന കവിത അയാൾ എഴുതുന്നത്. ഈ കവിതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ബിംബങ്ങളുണ്ട്. ആ ബിംബങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ നാരായണ ഗുരുവിനെയും പരമഹംസരെയും മാർസിനെയും അടക്കമുള്ള എല്ലാ ആചാര്യന്മാരെയും ഇരുത്തുകയാണ്. ഈ ഇരുത്തുന്നതിലൂടെ നമ്മൾ അവരുടെ ചലനാത്മകതയെ, ജീവിതത്തിൻ്റെ ചലനാത്മകതയെ, സമൂഹത്തിൻ്റെ പരിവർത്തന ത്വരയെ ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തെ തന്നെ അതിൻ്റെ ചലനത്തിൽ നിന്നും അകറ്റി നിശ്ചലമാക്കുന്ന ഒരു പ്രക്രിയക്കെതിരെയുള്ള ഒരു കവിയുടെ രചനാപരമായിട്ടുള്ള കലാപമായിട്ടാണ് ഞാൻ ഈ ഇരിപ്പിനെക്കുറിച്ചുള്ള ലഘുപന്യാസം എന്ന ഈ സമാഹാരത്തെ കാണുന്നത്. അതിൽ ഈ പ്രധാനപ്പെട്ട ഇരിപ്പിനെക്കുറിച്ചുള്ള ലഘുപന്യാസത്തെക്കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ അവസരം കിട്ടിയതും ഇരിക്കുകയാണ്. ആ പഠനം ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യരാണ്, ഇത് ഭൂമിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അത് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ
അതിൻ്റെ ആയിത്തീരൽ എന്ന് പറയുന്നത് ബീയിങ്ങിനെ കുറിച്ചുള്ള വർത്തമാനം, സത്തയെക്കുറിച്ചുള്ള എല്ലാ വർത്തമാനങ്ങളും നമ്മൾ ബിക്കമിങ്ങിനെ നിഷേധിച്ചുകൊണ്ടാണ്, ആയിത്തീരലിനെ നിഷേധിച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരു നമ്മളുടെ കവലകളിലെല്ലാം പ്രതിമയായി ഇരിക്കുന്നത്. നമ്മൾ അവിടെ ഇവിടെ നടക്കുമ്പോൾ മാർസും പ്രതിമയായി ഇരിക്കുന്നുണ്ട്. പക്ഷേ നാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ, ആ ആശയങ്ങളുടെ ചലനാത്മകത, ആ ആശയങ്ങൾ നമ്മളെ തന്നെ മാറ്റി തീർക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ, മലയാളിയുടെ ജീവിതത്തെ മാറ്റി തീർക്കുന്ന ആ ഒരു ബിക്കമിങ് നേച്ചർ, അതിൻ്റെ ആയിത്തീരൽ സ്വഭാവത്തെയാണ് ഫലത്തിൽ നമ്മുടെ സോക്കോൾഡ് സമൂഹം ഈ ഇരുത്തുന്നതിലൂടെ നിഷേധിച്ചത്. ഇത് മാർക്സിസത്തെ ഉൾപ്പെടെയുള്ള പരിസ്ഥിതിവാദ സകലവിധ ആശയങ്ങൾക്കും മൂല്യങ്ങൾക്കും ഒക്കെ ബാധകമാണ്. ചലനത്തെ നിഷേധിക്കുന്ന ജീവിതത്തിൽ നിങ്ങളൊരു പക്ഷേ ഒരു നദിയിലേക്ക് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഒരു നദിയെ സ്ഥായിയായ ഒന്നായി, മാറ്റമില്ലാത്ത ഒന്നായി കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. മാറ്റത്തെക്കുറിച്ച് സ്വയം അവബോധമുണ്ടാക്കാൻ നമുക്കൊരിക്കലും കഴിയാറില്ല. നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങളെ പോലും നമ്മൾ വൈകിയാണ് പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ കാണാതെ പോകുന്ന കാഴ്ചകളിലേക്ക് തുറന്നു വയ്ക്കുന്ന ഒരു കവിദൃഷ്ടിയാണ് സാബു സ്വായത്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ സാബു കോട്ടുക്കൽ കാണാതെ പോകുന്ന, പരിചിതമാണ്, നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ നമ്മൾ കാണാതെ പോകുന്നു. ഈ കാണാതെ പോകുന്ന കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ സാബുവിൻ്റെ കവിതകൾക്ക് കഴിയുന്നുണ്ട്. അത് പാരിസ്ഥിതികമായ ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാർശനികമായി നമ്മളുടെ ജീവിതവും നമ്മളും എത്രത്തോളം ഇരുന്നു പോകുന്നു, എത്രത്തോളം ജീർണിച്ചു പോകുന്നു, എത്രത്തോളം ചലനരഹിതമാകുന്നു എന്ന് ധ്വനിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ കവിതകൾ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ, നമ്മുടെ വായനാ മണ്ഡലത്തിൽ ഒരു ചലനാത്മക ശക്തിയായി, ഒരു മെക്കാനിക്കൽ ഫോഴ്സായി പ്രവർത്തിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ 1 മിനിറ്റ് സമയം എടുത്തിട്ടില്ല, അത് മോഡറേറ്റർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു. കവികൾ സവർണ പ്രതിപക്ഷം എന്ന് സൂചിപ്പിച്ച വൈലോപ്പിള്ളിയെ ഓർത്തുകൊണ്ട് ആകയാൽ ഒറ്റയാമാകുലികളെ എന്ന് അതിനപ്പുറത്തേക്ക് ഏകജീവിതാനശ്വര ഗാനം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതിനപ്പുറത്തേക്ക് ഏറ്റവും അർത്ഥപൂർണവും സാന്ദ്രവുമായ ശബ്ദം മൗനമായിരിക്കെ കവിത മൗനത്തോടടുക്കുന്ന അന്തരസംഘർഷങ്ങളുടെ മുഴുവൻ ആകാശവും ചുരുങ്ങിയ വാക്കുകളിൽ സംഭരിച്ചുകൊണ്ടാണ് കവിയായ സാബു നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ കവിതകളുമായി നിൽക്കുന്നത്. അത്രയേറെ വാക്കിൻ്റെ ഉള്ളറിഞ്ഞിടാവൂ എന്ന് വിനേന്ദ്ര മാഷ് പണ്ടേ പറഞ്ഞു വെച്ചു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്ര ഭാരമുള്ള വാക്കുകൾ, നമ്മുടെ ഈ നെഞ്ചുകീറി നേരിനെ കാട്ടുന്നതിനപ്പുറത്തേക്ക്, ഒരു ആളിൻ്റെ നെഞ്ചുകീറിയല്ല, വ്യക്തിയുടെ നെഞ്ചല്ല, ഒരു സമൂഹത്തിൻ്റെ നെഞ്ചുകീറി അതിനെ ഡിസെക്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ വയ്ക്കുന്ന സവർണ പ്രതിപക്ഷമാണ് കവിയെന്ന് ബോധ്യപ്പെടുത്തുന്ന അത്തരം ജനിസിപ്പോൾ അപൂർവമാണ്. നമുക്ക് വളരെ എന്താ പറയുക, വളരെ എളുപ്പ വഴിയിൽ കാര്യങ്ങളെ ചെയ്ത് എഴുത്തിൻ്റെ രാഷ്ട്രീയവും എഴുത്തുകാരുടെ രാഷ്ട്രീയവും എഴുത്തിനുള്ളിലെ രാഷ്ട്രീയവും ഒക്കെ ഇങ്ങനെ മോരും മുതിരയും പോലെ വേറിട്ട് നിൽക്കുന്നതാണ് സേഫർ സോൺ എന്ന് കരുതുന്ന കാലത്ത്. അങ്ങനെ സേഫർ സോണുകൾ തേടാതെ കവിതയുടെ യഥാർത്ഥ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിൽക്കട്ടെ, അത് ഉയർത്തിപ്പിടിക്കുന്ന പ്രിയ ചങ്ങാതിയെ നമ്മളോട് മറുവാക്കിന് ക്ഷണിക്കുന്നു. സമയം നമ്മൾ പാലിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ സാബു സംസാരിക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യം. ഇതിനിടയിൽ പ്രിയ കൂട്ടുകാർക്ക് ചുരുങ്ങിയ വാക്കുകൾ എന്തെങ്കിലും പറയാമെങ്കിൽ പറയുകയും ചെയ്യണം എന്നുകൂടിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ ഈ കവിതയെ അങ്ങനെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപക്ഷെ സർഗജീവിതം നിരന്തരം കൊണ്ട് നടക്കുന്ന ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ട്. കവികൾ, കഥാകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് സൂചിപ്പിക്കാമെങ്കിൽ അതും കൂടി വേണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇപ്പം സമയനിബന്ധനയില്ല, അതുകൊണ്ട് ആർക്കെങ്കിലും സംസാരിക്കണത് സംസാരിക്കാം. ഇത് ചർച്ച തുടരാം. സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും സംസാരിക്കണത് സംസാരിക്കാം. അശോകൻ തുടരുക.
ഞാൻ നേരത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെയും 5 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവസാനം വന്നപ്പോഴത്തേക്ക് ഞാൻ അടുത്ത പരിപാടി ഇല്ലാതുകൊണ്ട് ഇഷ്ടം പോലെ സംസാരിച്ചോളാം. അവിടുന്ന് കൂടി ഇവിടെ എത്തുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ഇത് സാബുവിൻ്റെ കവിതയിലെ ഈ തുടക്കം വരുന്ന ചെറിയൊരു കവിതയുണ്ട്, മണ്ണുടൽ എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ ഒരു പ്രയോഗമുണ്ട്, മലർന്നടിച്ച് കിടക്കുന്ന നിള എന്ന്. സത്യത്തിൽ നിങ്ങൾ ഈ വേടൻ്റെ പാട്ടിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന പ്രയോഗം, ആ പ്രയോഗം നമ്മുടെ സാംസ്കാരിക ലോകത്ത് നമ്മുടെ ഭാഷാ വ്യവഹാരത്തിൽ ഉണ്ടാക്കിയ ആഘാതം നമുക്കറിയാം. പക്ഷേ അതിനെല്ലാം മുമ്പാണ് ഈ കവിതയിൽ ഈ ഒരു പ്രയോഗം ഇയാൾ നടത്തിയത്. മണ്ണുടൽ എന്ന കവിതയാണ് അത്. നമ്മുടെ ഒരുപക്ഷെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം, ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ കാലം, നമ്മൾ 2 പ്രളയം കണ്ട കേരള ജനതയാണ്. ഇനി വടക്കേ ഇന്ത്യയിൽ ആകമാനം ഹിമാചൽ പ്രദേശിലും ഛത്തീസ്ഗഡിലും അടക്കം നിരന്തരമായ പ്രളയവും അതുപോലെ തന്നെ പാരിസ്ഥിതിക ദുരന്തങ്ങളും ഉണ്ടാകുകയാണ്. ഇത് ഇന്ത്യയെ പോലുള്ള 3-ാം ലോക രാജ്യങ്ങളിൽ മാത്രമല്ല, അമേരിക്ക പോലുള്ള വികസിത രാഷ്ട്രങ്ങളും വലിയ തോതിലുള്ള പാരിസ്ഥിതികമായ ആഘാതങ്ങൾ നേരിടുകയാണ്. ഇനി നമ്മുടെ ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള വലിയ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞത്, ഇനി അധികം കാലമൊന്നും ഈ ഭൂമി നിൽക്കില്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വേസ്റ്റ്. അത് ഒരു വേസ്റ്റായി, മാലിന്യ കൂമ്പാരമായി മാറും. അങ്ങനെ വരുമ്പോൾ കാശുള്ള ആളുകൾ, ഹരാരിയെപ്പോലുള്ള ഹരാരിയുടെ ഹോമോ ദിയൂസിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഈ ഭൂമി മലിനമായി തീരും. മലിനമായി തീർന്നു കഴിഞ്ഞാൽ ഏറ്റവും സമ്പത്തുള്ള മില്യനേഴ്സായിട്ടുള്ള കുറേ ആളുകൾ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ പോയി അവിടെ കോളനി ഉണ്ടാക്കി താമസിക്കും. അപ്പോൾ ബാക്കിയുള്ള ആളുകളോ, എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളൊക്കെ ഏതെങ്കിലും ഹ്യൂമൻ വേസ്റ്റുകളായി മാറും, മനുഷ്യ മാലിന്യങ്ങളായി മാറുകയും നമ്മളെ അങ്ങ് അനൈലേറ്റ് ചെയ്യുകയും ചെയ്യും, നമ്മളെ അങ്ങ് നിർമൂലനം ചെയ്യുകയും ചെയ്യും. അതാണ് എൻ്റെയോ നിങ്ങളുടെ ഈ തലമുറയില്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറയെ കാത്തിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള വലിയൊരു പാരിസ്ഥിതികമായ ദുരന്തമുഖത്തിരുന്നു കൊണ്ടാണ് ഈ മണ്ണുടൽ എന്നൊരു കൊച്ചു കവിതയിൽ നിന്നുകൊണ്ട് അയാൾ നിളയെ നോക്കുന്നത്. അപ്പോൾ ഈ വറ്റി വരണ്ട് കിടക്കുന്ന നിളയെ അയാൾ കാണുന്നത് മലർന്നടിച്ച് കിടക്കുന്ന നിളയെന്നാണ്. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് ഇയാളുടെ ഒരു പ്രയോഗമുണ്ട്, അത് തോറ്റുപോകുന്ന വാക്കെന്നാണ്. ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ആ ഭാഷാ പ്രയോഗം അത് എൻ്റെ ബോധത്തിൽ പെട്ടെന്ന് വല്ലാത്തൊരു ആഘാതമായി. കാര്യം നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത, ഇതൊരു പോസ്റ്റ് ട്രൂത്ത് കാലമാണ്. അതിൽ ഏറ്റവും വലിയ കള്ളന്മാരെല്ലാം സത്യസന്ധരായി നടിക്കുകയും സത്യസന്ധരായ മനുഷ്യരെല്ലാം തന്നെ വ്യാജ പീഡനാരോപണങ്ങൾ ഉന്നയിച്ചോ അല്ലെങ്കിൽ വ്യാജമായ എന്തെങ്കിലും, അത് ഇടതുപക്ഷത്താണ് കേട്ടോ, അപ്പുറത്തുള്ള കാര്യമല്ല. അപ്പുറത്തൊക്കെ ഉള്ളത് വലതുപക്ഷമൊക്കെ കൃത്യമായ പീഡനമാണ് നടക്കുന്നത്. ഇവിടെ പദവിക്ക് വേണ്ടി സത്യസന്ധത ആത്മാർത്ഥതയുള്ള ആളുകളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു ലോകത്ത്, ഒരു മലയാളി ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മലയാളികളുടെ സാംസ്കാരിക മണ്ഡലത്തിൽ, വ്യവഹാരത്തിൽ വാക്കുകൾ, ഭാഷ തോറ്റുപോവുകയാണ്. ഭാഷ തോറ്റുപോകുന്നെന്ന് നേരിട്ട് പറയാതെ സ്വന്തം ജീവൻ എടുത്തുകൊണ്ട് പറഞ്ഞൊരു മനുഷ്യനെ എനിക്ക് ഓർമ്മയുണ്ട്. അത് സുബ്രഹ്മണ്യദാസ് എന്ന ചെറുപ്പക്കാരനായിരുന്നു. അയാളോടൊപ്പം മറ്റൊരു ചെറുപ്പക്കാരനുണ്ട്, സനൽദാസ്. ഈ ചെറുപ്പക്കാർ മലയാളിയുടെ ഭാഷയ്ക്ക് അതിൻ്റെ ജൈവ സ്വഭാവം നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ജീവൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുബ്രഹ്മണ്യദാസിൻ്റെ ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട്. ആ കുറിപ്പിനെ പിൻപറ്റുന്നതല്ല സാബുവിൻ്റെ അബോധത്തിൽ നിന്ന് വന്ന ഒരു പ്രയോഗമാണ് തോറ്റുപോകുന്ന വാക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ സമകാലികമായ മനുഷ്യാവസ്ഥയിൽ ഭാഷ എത്രത്തോളം അചേതനമായി കൊണ്ടിരിക്കുന്നു, ഭാഷയുടെ ജൈവ സ്വഭാവം എത്രത്തോളം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഭാഷയ്ക്ക് ഉള്ള ധ്വംസനശേഷി, ഭാഷയ്ക്കുള്ള പ്രഹരശേഷി, ഭാഷയ്ക്കുള്ള മനുഷ്യനെ മാറ്റിത്തീർക്കാനുള്ള ശേഷി എത്രമാത്രം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. മണ്ണുടൽ എന്ന ഹ്രസ്വമായ ഒരു കവിത കൊണ്ട് അയാൾ വലിയ സത്യങ്ങളിലേക്ക് നമ്മുടെ അബോധ മനസ്സിനെ
പങ്കുവയ്ക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവിഷ്കാരം എന്ന് പറയുന്ന മറ്റൊരു കവിതയുണ്ട്. നമ്മളിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമ്മുടെ വീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പുലർത്തുന്ന ആളുകൾ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും നമുക്ക് പറ്റാത്തതിനെല്ലാം നമ്മൾ ചവിട്ടി അരയ്ക്കുകയും നിരോധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ആവിഷ്കാരം എന്ന് പറയുന്നതും ഒരർത്ഥത്തിൽ ഈ സ്വത്വം നഷ്ടപ്പെട്ട ഒരു വാക്കായിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഇവിടെ അയാൾ ഒറ്റ പ്രയോഗം മാത്രമേ ഉള്ളൂ, കുളം മീനിനെയും മീൻ കുളത്തെയും ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പം നമ്മുടേത് ഒരു കൃതിയെക്കുറിച്ച് ഞാൻ എഴുതിയ കൃതി എന്ന് പറയുന്നത്, ഞാൻ ഈ KP അപ്പനെ കുറിച്ചുള്ള ഒരു ഒരു കുറിപ്പ് ഞാൻ എഴുതിയത് KP അപ്പനെ വായിച്ച പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് KP അപ്പൻ പുസ്തകങ്ങൾ വായിച്ചു, അദ്ദേഹം ആശയങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ C.S. ശോഭൻ പുസ്തകങ്ങൾ വായിക്കുന്നു, C.S. ശോഭൻ അതിൽ നിന്ന് ആശയം. പക്ഷേ ഈ പുസ്തകങ്ങൾ നമ്മളെയും വായിക്കുന്നുണ്ട്. നിങ്ങളൊരു കൃതി വായിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൃതി നിങ്ങളെയും വായിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങളൊരു കൃതിയിൽ അർത്ഥോൽപാദനം നടത്തുന്നത് ഈ പുസ്തകവും ഞാനും, അത് കാണുന്ന വായിക്കുന്ന ഞാനും, ഇതിൻ്റെ മധ്യത്തിലായി എൻ്റെ ബോധതലത്തിൽ ഞാൻ അർത്ഥം രൂപീകരിക്കുമ്പോൾ, വായിച്ചെടുക്കൽ എന്ന പ്രക്രിയ ഞാൻ നടത്തുമ്പോൾ, അതിൽ ആ കൃതിയിലുള്ളത് മാത്രമല്ല, ആ കൃതിയിലുള്ളതായി ഞാൻ കാണുന്നത് പലതും എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുൻവിധികൾ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ബോധ്യങ്ങൾ, നിങ്ങളുടെ മൂല്യബോധങ്ങൾ, നിങ്ങളെ സ്വാധീനിച്ച ആശയങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾ ഒരു കൃതിയിൽ നിന്നും വായിച്ചെടുത്തേക്കാം. ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ ആ സിനിമയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെയോ അല്ലെങ്കിൽ ആ കഥയിലെ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങളുടെ അബോധം ഇച്ഛിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗവുമായിട്ടായിരിക്കും നിങ്ങൾ തന്മയീഭവിക്കുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ പക്ഷേ ഫലത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും തമ്മിലുള്ള ഇൻറ്ററാക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ വിമർശനത്തിൽ പാഠം എന്ന് പറയുന്ന, ടെക്സ്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വായനക്കാരിയും ഒരു കൃതിയും തമ്മിൽ നടക്കുന്ന ഇൻറ്ററാക്ഷനിൽ, പ്രതിപ്രവർത്തനത്തിൽ ആ വായനക്കാരിയുടെ മനസ്സിൽ ആ കൃതിയെക്കുറിച്ച് നടക്കുന്ന അർത്ഥരൂപീകരണം, ആശയരൂപീകരണം എന്താണോ അതിനെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് there is nothing out of the text എന്ന് ദെറിദ പറഞ്ഞത്. പാഠത്തിന് വെളിയിൽ ഒന്നുമില്ല. കാര്യം ഞാൻ ഈ ലോകത്തെ കാണുന്നത് ഒരു പാഠമായിട്ടാണ്, ഈ മനുഷ്യരെ കാണുന്നത് പാഠമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഒലീനയെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. ഒലീന അതാവണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നാരായണ ഗുരുവിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. നാരായണ ഗുരു യഥാർത്ഥത്തിൽ അതായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ധാരണയുടെ കണ്ണാടിയിലൂടെയാണ് ഒലീനയെ കാണുന്നത്, ഒലീനയെ വിലയിരുത്തുന്നത്. ഞാൻ എന്നെയും അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത്. എൻ്റെ തന്നെ ആശയങ്ങളുടെയും ധാരണകളുടെയും വെളിച്ചത്തിലായിരിക്കും ഞാൻ മറ്റൊരാളെ, മറ്റൊരു യാഥാർത്ഥ്യത്തെ വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ആവിഷ്കാരത്തിൻ്റെ ഒരു ജൈവ സ്വഭാവം, അതിൻ്റെ ഈ നിയതമല്ലാത്ത ഒരു സ്വഭാവത്തെ ഈ കവിത മുന്നിട്ടുക. അതുകൊണ്ടാണ് അയാൾ പറയുന്നത്, കുളത്തിലെ മീൻ കുളം മീനിനെ ആവിഷ്കരിക്കുന്നത് പോലെ മീൻ കുളത്തിനെയും ആവിഷ്കരിക്കും. അതുപോലെ എഴുത്തുകാരനും കൃതിയും പരസ്പരം ആവിഷ്കരിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതുകയും കൃതി രൂപപ്പെടുകയും മാത്രമല്ല ചെയ്യുന്നത്, പകരം ഈ എഴുത്തെന്ന പ്രക്രിയക്കിടയിൽ കൃതി നിങ്ങളെ തന്നെ രൂപപ്പെടുത്തും. നമ്മുടെ പല എഴുത്തുകാരും, നോവലിസ്റ്റുകളൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കഥ നേരത്തെ തീരുമാനിച്ച് എഴുതാനിരിക്കും, കഥാപാത്രം ഇന്നതായിരിക്കണമെന്നും വിചാരിക്കും. പക്ഷേ എഴുത്തിൻ്റെ പ്രക്രിയക്കിടയിൽ എവിടെയോ വെച്ച് എഴുത്തുകാരൻ്റെ നിയന്ത്രണത്തിൽ നിന്നും കഥാപാത്രം തെന്നി മാറും. കഥ എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ വലിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്ന പല ഇൻ്റർവ്യൂസും അഭിമുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, നിങ്ങളൊരു കൃതി എഴുതുമ്പോൾ ആ കൃതി നിങ്ങളെയും എഴുതുന്നുണ്ട്. ഒരു കൃതിയെ നിങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ആ കൃതി നിങ്ങളെയും ആവിഷ്കരിക്കുന്നുണ്ട് എന്നതാണ്. ഇത്തരത്തിലുള്ള ഇയാളുടെ ഓരോ കവിതയും സത്യത്തിൽ താളത്തിൻ്റെയോ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെയോ അതുപോലെ നനുനനുത്ത ദൃശ്യങ്ങളുടെയോ അഴകുഴമ്പൻ സ്വഭാവം
പ്രകടിപ്പിക്കുന്നവയല്ല. അല്ലെങ്കിൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പ് പോലെ കവിത പ്രവർത്തിക്കണം എന്ന് സാബു കോട്ടുക്കൽ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് സാബു കോട്ടുക്കലിൻ്റെ കവിത നേരെ തിരിച്ച് മനുഷ്യനെ ഉണർത്തുന്ന, മനുഷ്യൻ്റെ ബോധതലങ്ങളെ സ്പർശിക്കുന്ന, വിചാരങ്ങളെ മാറ്റി തീർക്കുന്ന ഒരു ഭാഷാ സൃഷ്ടിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വീണ്ടും 1 മിനിറ്റ് തന്ന മോഡറേറ്റർക്ക് നന്ദി. നമ്മൾ പുസ്തകങ്ങൾ തിരിച്ച് നമ്മളെ വായിച്ചു തുടങ്ങുമ്പോൾ സാബു കോട്ടുക്കൽ എന്ന അധ്യാപകനെ വളരെ വർഷങ്ങളായിട്ട് അറിയാം. സാബു കോട്ടുക്കൽ എന്ന ജീവചരിത്രകാരനെ വളരെ വർഷങ്ങൾക്ക് മുന്നേ അറിയാം. സാബു കോട്ടുക്കൽ എന്ന കഥാകാരനെ കുറച്ച് നാളായിട്ട് അറിയാം. സാബു കോട്ടുക്കൽ എന്ന ഭാഷാവിദഗ്ധനെയും വൈയാകരണനെയും ഈ കുറഞ്ഞ നാളുകളായിട്ട്, ഒരുപക്ഷെ സാക്ഷരതാ മിഷൻ്റെ പച്ചമലയാളം എന്ന പുസ്തകം ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ലോണം അറിയാം. ഭാഷാവിദഗ്ധനായിട്ടുള്ള വ്യാകരണം എങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുക എന്നുള്ള സംഘർഷമുള്ള സമയത്ത് അതിവിദഗ്ധമായിട്ട് വ്യാകരണ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കൈകാര്യം ചെയ്ത സോമൻ സാറും വടവൂർ സാറും ഞങ്ങളുടെ ടീമും അതിൻ്റെ ഒപ്പം സാബുവും വേറൊരു ലോകമാണ്. ഭാഷയുടെ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നല്ല പരിചയം. പക്ഷേ ഞാൻ ഈ കവിതകൾ പല ആവർത്തി പല സന്ദർഭങ്ങളിലായിട്ട് വായിച്ച ആളാണ്. 2012-13 ഞാനടക്കം എഴുതിയ പഴയ അക്ഷരകൈരളിയിൽ വന്ന കവിതയടക്കം ഈ സമാഹാരത്തിലുണ്ട്. അക്കാലം മുതൽ തന്നെ സാബുവിൻ്റെ കവിതകൾ പല പല സന്ദർഭങ്ങളിൽ വായിക്കുന്നു. പക്ഷേ ഒരു സമാഹാരം എന്ന നിലയിൽ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ അശോകൻ പറഞ്ഞതിനോട് ഞാൻ 100 വട്ടവും യോജിക്കുന്നു. വ്യത്യസ്തനായ, എനിക്ക് അതുവരെ പരിചയമുള്ളതിനപ്പുറത്തേക്ക് ആഴമുള്ള ഗാഠമായ അനുഭവങ്ങളുടെയും ഗൂഢമായ അനുഭവങ്ങളുടെയും ഉള്ളടക്കമുള്ള സാബുവിനെ ഞാൻ ഇപ്പോൾ വായിക്കുകയും കാണുകയും ചെയ്യുന്നു. സാബുവിൻ്റെ മറുവാക്ക് കുറഞ്ഞ വാക്കുകളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മയക്ക് ഞാൻ സാബുവിന് കൈമാറും. സമയം കുറച്ചധികം കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ചർച്ച പോലെ വളരെ ഹൃദ്യമാണ് ഈ പുസ്തക ചർച്ചയുടെ പങ്കാളിത്തം എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പുസ്തകത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ സംസാരിച്ചവരെല്ലാം വ്യത്യസ്ത നിലയിൽ ആ പുസ്തകത്തെ കണ്ടവരാണ്. ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും വ്യത്യസ്തമായ നിലയിൽ എഴുതുന്നവരുമാണ്. ഇങ്ങനെ വളരെ വ്യത്യസ്തമെന്ന് ഞാൻ പറഞ്ഞാൽ പലപ്പോഴും പൊരുത്തപ്പെടാത്ത തരത്തിലുള്ള എഴുത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. വൈവിധ്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഹൃദ്യമായ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ വന്നു ചേർന്ന കാര്യവട്ടത്തു നിന്ന് വന്ന കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഏറ്റവും ഇവിടെ ഇരിക്കുന്നവരിൽ പരിണതപ്രജ്ഞനും പ്രായമുള്ള ആളുമായ ഞാൻ വിചാരിക്കുന്ന പി സത്യനേശൻ സാർ ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉടനെ വരാൻ പോകുന്നുണ്ട്. പാഠപുസ്തകത്തിൻ്റെ ജീവചരിത്രം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ബാക്കി എല്ലാവരും അദ്ദേഹത്തെക്കാൾ പ്രായത്തിൽ ഇളയവരാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയില്ല. ധാരാളം എഴുത്തുകാർ, പ്രശസ്തരായ എഴുത്തുകാർ വരികയുണ്ടായി, ഇവിടെ ഇരിക്കുന്നുണ്ട്. ചിലരൊക്കെ പോയി പുറത്തു നിൽക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദ്യമായ ധന്യമായ മുഹൂർത്തമാണിത്. എൻ്റെയൊക്കെ ഗുരുനാഥൻ, എൻ്റെയും ഒലീന ടീച്ചറിൻ്റെയൊക്കെ ഗുരുനാഥനാണ് KP അപ്പൻ സാറ് പറഞ്ഞിട്ടുണ്ട്, പുതുതായി എന്തെങ്കിലും പറയാനില്ലെങ്കിൽ എഴുതരുത് എന്നു. അത് അക്ഷരം പ്രതി എഴുതുമ്പോൾ പാലിക്കുന്ന ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് കവിത എഴുതുമ്പോൾ. അതുകൊണ്ടായിരിക്കാം എൻ്റെ എഴുത്ത് വളരെ പതുക്കെ ഞാൻ എഴുതൂ, നിരന്തരം എഴുത്തില്ല. എഴുതിയതിനെ മാറ്റിയും തിരിച്ചും നോക്കാറുണ്ട്. ഈ സമാഹാരത്തിലെ മിക്കവാറും കവിതകൾ ശ്രദ്ധിച്ചാൽ അറിയാം, സാഹിത്യത്തെയും എഴുത്തിനെയും തന്നെ പ്രശ്നവൽക്കരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എഴുത്ത് ഓരോ കാലത്തും എങ്ങനെയാണ് പലതരത്തിൽ മാറിപ്പോയി യഥാർത്ഥ എഴുത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ ആശങ്കാകുലനായതുകൊണ്ട് അവരെയൊന്നും പോയി പറഞ്ഞ് പ്രസംഗിച്ചോ നന്നാക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ കവിതയിലൂടെ അത് പറയും. ഇപ്പം സംവാദം എന്ന പേരിലുള്ള കവിതകളും മിക്കവാറും കവിതകളിൽ അതൊരു വിഷയമാണ്.
ഞാൻ ഈ പുസ്തകം ഇറങ്ങി 2 ആഴ്ചക്കുള്ളിൽ 2ാം പതിപ്പിലേക്ക് വന്നു എന്നുള്ളത് ഈ പുസ്തകത്തിന് കിട്ടിയ വലിയ സ്വീകാര്യതയാണ്. എനിക്കുള്ള അനുഭവം, ഈ പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ച ഒരാൾ ആ പുസ്തകത്തോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ആ പുസ്തകത്തിന് കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ള. ഇപ്പോൾ ജേക്കബ് എബ്രഹാം ഈ അടുത്ത സമയത്ത് റേഡിയോ മലയാളത്തിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി അദ്ദേഹം ആ പുസ്തകം വായിച്ചു. എന്നോട് പറഞ്ഞു, വളരെ മനോഹരമായ പുസ്തകം, വ്യത്യസ്തമായ എഴുത്ത് എന്ന് പറഞ്ഞു. ഇതിനകത്ത് കുറിപ്പെഴുതിയ ധാരാളം ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പേരെടുത്ത് ആരെയും പറയുന്നില്ല. 5-8 ആളുകൾ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ചടങ്ങ് ഇങ്ങനെ ഇത്രയും ഹൃദ്യമാക്കിയതിൽ എല്ലാവർക്കും വലിയ പങ്കുണ്ട്. വളരെ ദൂരത്തു നിന്ന് വന്നവരുണ്ട്, ഇവിടെ ലീവെടുത്ത് വന്നവരുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ നിന്ന് ചെറിയ ബ്രേക്ക് ആവശ്യപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, സെക്രട്ടേറിയറ്റിൽ നിന്നും, ഈ നിയമസഭയ്ക്കകത്തു നിന്നും, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും, വനം വകുപ്പിൽ നിന്നും ഒക്കെ നിന്ന് മിക്കവാറും വകുപ്പിൽ നിന്ന് വളരെ സ്നേഹസമ്പന്നരായ അവരുടെ ഈ വരവാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളം എന്ന് എനിക്കറിയാം. ഇന്ന് ഈ പരിപാടിയിൽ അധ്യക്ഷയായിരിക്കുന്ന ഒലീന ടീച്ചർ എൻ്റെ ജ്യേഷ്ഠ സഹോദരിയെ പോലെ ഞാൻ കാണുന്ന, ഞങ്ങൾ ഒന്നിച്ച് പല സന്ദർഭത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വർക്ക് ചെയ്തിട്ടുള്ള കോളേജ് അധ്യാപകർ എന്ന നിലയിൽ, സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇവിടെ പ്രോഗ്രാം, ടീച്ചർ ഞാൻ ചാർജ് എഴുതി കൊടുക്കുമ്പോഴാണ് ടീച്ചർ എൻ്റെ കയ്യിൽ നിന്നാണ് ചാർജ് ഏറ്റുവാങ്ങി സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറാണ്. അവിടുത്തെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന വിജയമ്മ ഇവിടെയുണ്ട്. ടീച്ചർ ഈ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതേപോലെ എൻ്റെ പുസ്തകത്തെ വരിക്ക് വരി വായിച്ചിട്ട്, ഞാൻ ആ പുസ്തകം കൊണ്ട് കൊടുത്ത സന്ദർഭത്തിൽ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് 2-3 കവിത വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, പ്രഭാവമ്മ സാർ പറഞ്ഞു, നല്ല കവിതകളാണ്, വിജയലക്ഷ്മി ഒരു കവിതയ്ക്ക് നല്ല കുറിപ്പും എഴുതിയിട്ടുണ്ട് എന്ന് എന്നോട് അവിടെ ഇരുന്ന് സമയമെടുത്ത. കവിതയോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. കവിത ഇഷ്ടപ്പെടുന്നവർ കവിതാ പുസ്തകം കിട്ടിയാൽ അത് ആർത്തിയോടെ വായിക്കും, അതിൻ്റെ കമൻറ്റ് പറയും. വളരെ സാറ് വായിച്ചു, നന്നായി വായിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ അവതരിപ്പിച്ചത്. സമയം കുറഞ്ഞു പോയെന്നുള്ള ഒറ്റ പരാതിയുള്ളൂ. പ്രഭാവമ്മ സാർ ഇത് ഉദ്ഘാടനം ചെയ്തു, വളരെ ഗംഭീരമായി. സാറിന് നന്ദി പറയുന്നു. ഒപ്പം ഇവിടെ ശാന്തൻ പ്രിയ സുഹൃത്താണ്. ഈ പുസ്തകം ഈ നിലയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രയത്നം എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ പൊതുവായ അലസത കൊണ്ട് ഇതൊന്നും ഇപ്പോഴും സാധ്യമാകില്ലായിരുന്നു. അതിൽ ഒന്നാമത് പറയേണ്ട ആൾ ശാന്തനാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തോ മനുഷ്യനാണ്, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്നെ നിരന്തരം അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ പുസ്തക രൂപത്തിലേക്കെങ്കിലും വന്ന് പിന്നെ അത് DC-ക്ക് കൊടുക്കുന്നത്. DC വളരെ സന്തോഷത്തോടെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് എനിക്ക് വലിയ അംഗീകാരമാണ്. DC ബുക്സ് കേരളത്തിലെ നമ്പർ 1 പ്രസാധകർ. അത്ര പ്രശസ്തനല്ലാത്ത എന്നെ, എൻ്റെ പഴയ കോളേജിലെ ടീച്ചർ ഒരു ദിവസം രാവിലെ വന്ന് എന്നോട് പറഞ്ഞു, സാറിന് അല്പം പ്രശസ്തിയുടെ കുറവുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. എഴുത്തിലെ എല്ലാം ഉണ്ട്, പ്രതിഭയെല്ലാം ഉണ്ട്, പ്രശസ്തി ശകലം കുറവെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ ഞാൻ ഓർക്കും പലപ്പോഴും. അത്ര പ്രശസ്തനല്ലാത്ത എനിക്ക് എൻ്റെ പുസ്തകം വളരെ മികച്ച നിലയിൽ പ്രസിദ്ധീകരിച്ച DC ബുക്സ്, അവർ ഇത് പ്രസിദ്ധീകരിക്കാൻ, അത് അയച്ചു കൊടുക്കാൻ എൻ്റെ പിന്നിൽ വലിയ പ്രയത്നം നടത്തിയ ആൾ ശാന്തനാണ്. ഞാൻ ഓർക്കുന്നു. ഈ പുസ്തകത്തിലെ പ്രധാന കവിതയെക്കുറിച്ച് പഠനമെഴുതിയത് C. അശോകനാണ്. അതിപ്പോൾ കേരളത്തിൽ വേറൊരാളും എഴുതിയാൽ നന്നാവില്ല എന്നെൻ്റെ ബോധ്യമാണ് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അതിലെ പഠനം നിങ്ങൾ വായിച്ചാൽ അറിയാം. ആ കവിതയുടെ ഹൃദയം അറിഞ്ഞ് എഴുതിയ പഠനമാണ്, ഗംഭീര പഠനമാണ്. C. അശോകൻ ഈ സന്ദർഭത്തിൽ പങ്കെടുത്തു. വലിയ സന്തോഷം. ഒരാൾ വരേണ്ടതായിരുന്നു, അദ്ദേഹത്തിന് പനിയായതുകൊണ്ട് വരാത്തതാണ്. ഈ പുസ്തകം സമഗ്രമായി വായിക്കുകയും കൊല്ലത്ത് നടന്ന പുസ്തക ചർച്ചയിൽ അദ്ദേഹം നന്നായി സംസാരിക്കുകയും ചെയ്തതാണ്. K. സജീവ് കുമാർ വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഈ പരിപാടി ഇത്രയും ഗംഭീരമായി സംഘടിപ്പിച്ച
നിയമസഭയുടെ ജീവനക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം വളരെ സിസ്റ്റമാറ്റിക്, ടൈമിൻ്റെ പേടിയുണ്ടെങ്കിൽ പോലും ആ പേടിക്കകത്ത് ജീവിക്കുമ്പോഴാണ് കുറച്ച് കൃത്യതയോടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. ആവശ്യത്തിലധികം സമയം തന്നാൽ നമ്മൾ വേണ്ടാധീനങ്ങൾ പറയുമെന്നുള്ളതുകൊണ്ട് ആ ഒരു സിസ്റ്റം എനിക്കിഷ്ടമാണ്. കൃത്യമായി തുടങ്ങുക, കൃത്യമായി അവസാനിക്കുക. ആ സിസ്റ്റത്തിനും നിയമസഭയുടെ ഈ പ്രവർത്തനത്തിനും പ്രത്യേക നന്ദി. ഇവിടെ എൻ്റെ കുടുംബം ഉൾപ്പെടെ എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളായിട്ട് കാണുന്നത്. എന്നോട് ഇഷ്ടമുള്ളവരാണ് ഈ വന്നിരിക്കുന്ന മുഴുവൻ പേരും. പല നിലകളിൽ ആ ഇഷ്ടം നിങ്ങളോടും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ പുസ്തകത്തിന് ഹൃദ്യമായ മനോഹരമായ ചർച്ച അതിൽ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഗംഭീരമായ ഒരു പുസ്തക ചർച്ച പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സമയം ലേശം മുമ്പോട്ട് പോയെങ്കിലും അത് ഒട്ടും നഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.